മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കേതുവിൻ്റെ രാശിമാറ്റവും അത് ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. വർഷം 2025 മെയ് 18 രാഹുവും കേതുവും രാശി മാറുകയാണ്. രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നി നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത്. മറ്റ് ഗ്രഹങ്ങൾ ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടാണ് സഞ്ചരിക്കുന്നത്. അത് കാരണമാണ് രാഹു മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറാതെ കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് മാറാതെ ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നത്. രാഹുവും കേതുവും എപ്പോഴും 180 ഡിഗ്രി ദൂരത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. സഞ്ചരിക്കുന്ന സ്പീഡും സെയിം ആയിരിക്കും. രാഹുവും കേതുവും ഒരു രാശിയിൽ ഏകദേശം 18 മാസത്തോളം സഞ്ചരിക്കുന്നതായിരിക്കും. കേതു രാശി മാറുന്നത് നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്കാണ്. 4-ാം ഭാവം സുഖസ്ഥാനമാണ്. ഇവിടെ കേതു നിൽക്കുന്നത് നിങ്ങൾക്കത്ര ശുഭകരമായിരിക്കത്തില്ല. ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിലധികം ലാഭം ലഭിക്കുന്നതല്ലായിരിക്കും. പ്രോപ്പർട്ടികൾ വിൽക്കുവാനും വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും. എത്ര വില കുറച്ചാലും ചില പ്രോപ്പർട്ടികൾ വാങ്ങുവാൻ ആൾക്കാരുണ്ടാകത്തില്ല. അതുപോലെ നിങ്ങളുടെ അശ്രദ്ധ കാരണം ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടികൾ വാങ്ങുന്നതും പിന്നീട് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയാകുന്നതുമായിരിക്കും. ഭൂമി, ഭവനം, മറ്റ് പ്രോപ്പർട്ടി, വാഹനം എന്നിവ വാങ്ങുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം. ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഡീലിങ് ക്ലോസ് ചെയ്യുവാൻ. വീട്, വാഹനം എന്നിവയുടെ റിപ്പയറിങ്ങിനായി കൂടുതൽ പൈസ ചിലവ് ചെയ്യേണ്ടി വരും. പുതിയ വീട് പണിയുന്നവർക്ക് അതിൽ തടസ്സങ്ങൾ വരാനും സാധ്യതകളുണ്ട്. ഇത് സാമ്പത്തികപരമായോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പെർമിറ്റ് കാരണമോ ലേബർ പ്രശ്നമോ ഒക്കെ ആകുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. വീട്ടിലേക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കേതു മോക്ഷം നൽകുന്ന ഗ്രഹമാണ്. ഭൗതിക സുഖങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുവാൻ കേതു ശ്രമിക്കുന്നതായിരിക്കും. അതിനാൽ ഈ സമയത്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും. കേതു നിങ്ങളെ ഈ സമയത്ത് ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ജ്യോതിഷം, തന്ത്രമന്ത്രവിദ്യകൾ, മാജിക് മാതിരി ഗൂഢവിദ്യകൾ പഠിക്കുവാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതുമായിരിക്കും. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജാതകത്തിൽ കേതു ശുഭസ്ഥിതിയിലുള്ളവർക്ക് കേതുവിൻ്റെ ശുഭഫലങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ ഈ 1.5 വർഷം ചാരവശാൽ മറ്റ് ഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും ഫലങ്ങളെ അത് അനുകൂലമായിട്ട് ബാധിക്കുന്നതായിരിക്കും. ഇതാണ് കേതു ചിങ്ങം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.